വെഞ്ഞാറമൂട് കൂട്ടക്കൊലയിൽ തെളിവ് തേടി പോലീസ്. കൂട്ടക്കൊലപാതകങ്ങൾക്ക് ശേഷം അഫാൻ വെഞ്ഞാറമൂട് പേരുമലയിലെ വീട്ടിലെത്തി. യാതൊരു ഭാവഭേദമോ കുറ്റബോധമോ ഇല്ലാതെ കുറ്റകൃത്യം വിവരിച്ചു. പാങ്ങോട് സൽമാ ബീവിയുടെ വീട്ടിലും അഫാന്റെ വീട്ടിലും എത്തിച്ചാണ് ഇന്ന് തെളിവെടുപ്പ് നടത്തിയത്. അഫാനെ കൊണ്ടുവരുന്നതറിഞ്ഞ ഒട്ടേറെ പ്രദേശവാസികൾ പാങ്ങോട്ടെ സംഭവസ്ഥലത്ത് തടിച്ചുകൂടിയിരുന്നു. സംഘർഷാവസ്ഥ കണക്കിലെടുത്ത് കനത്ത പോലീസ് കാവലും ഏർപ്പെടുത്തിയിരുന്നു. പേരുമലയിലും നിരവധി പേർ തടിച്ചുകൂടിയിരുന്നു. പേരുമലയിൽ അഫാൻ വധിച്ചത് അഫാന്റെ സഹോദരനെയും അഫാന്റെ പ്രിയപ്പെട്ടവളെയുമാണ്. തലക്കടിച്ച് കൊല്ലാൻ ശ്രമിച്ചത് സ്വന്തം ഉമ്മയാണ്, പാങ്ങോട് മുത്തശ്ശിയാണ്. നമുക്കൊപ്പം റിനു ശ്രീധറുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. റിനു ശ്രീധർ, പാങ്ങോടും പേരുമലയിലും കൊണ്ടെത്തുമ്പോഴൊന്നും മനസ്സ് പതറിയില്ല അഫാൻ, അല്ലേ? അരുൺകുമാർ, വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതക കേസിലെ പ്രതി അഫാനെ ഇന്ന് രാവിലെ 7 മണിയോടുകൂടി തെളിവെടുപ്പിന് കൊണ്ടുപോകുമെന്ന് അറിയിച്ചിരുന്നെങ്കിലും പുലർച്ചെ ഈ ബാത്റൂമിൽ പോയതിനു ശേഷം തളർന്നു വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അഫാൻ തുടർന്ന് ആശുപത്രിയിലേക്ക് എത്തിച്ചു. തൊട്ടടുത്തുള്ള തറട്ട പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലേക്ക് എത്തിച്ചെങ്കിലും ഒരു രീതിയിലുള്ള ശാരീരിക ബുദ്ധിമുട്ടുകളും ഇല്ല എന്നുള്ളത് ഡോക്ടർ പറഞ്ഞു. വിദഗ്ധ ചികിത്സ നൽകേണ്ടെന്നും പറഞ്ഞു. അതിനുശേഷം തിരിച്ച് ഈ പാങ്ങോട് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിക്കുകയും ചെയ്തു. അതിനുശേഷം വൈകുന്നേരം 4 മണിയോടുകൂടിയാണ് തെളിവെടുപ്പിന് വേണ്ടി ഡിവൈഎസ്പി മഞ്ജുലാലിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം ആദ്യം ഈ പാങ്ങോട് ഈ പിതൃമാതാവിനെ കൊലപ്പെടുത്തിയ വീട്ടിലേക്ക് എത്തിച്ചത്. വളരെ വൈകാരികമായിട്ടുള്ള ഒരു രംഗമായിരുന്നു. അവിടെ ബന്ധുക്കൾ എല്ലാം നോക്കി നിൽക്കെയാണ് അഫാനെ അവിടെ എത്തിച്ചത്. 5 മിനിറ്റ് മാത്രമാണ് അവിടെ തെളിവെടുപ്പുണ്ടായിരുന്നത്. അതിനുശേഷം ഈ പേരുമലയിലെ സ്വന്തം വീട്ടിലേക്ക് എത്തിച്ചു അഫാനെ. അവിടെ ഏകദേശം 1 മണിക്കൂറോളം തെളിവെടുപ്പ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഈ ഓരോ കൊലപാതകവും, അതായത് മുകളിലത്തെ നിലയിൽ കാമുകിയെ സിറ്റൗട്ടിന് തൊട്ടടുത്തുള്ള ഹാളിൽ ഈ അനുജനെ ഒപ്പം ഉമ്മായെ അടുക്കളയിലും വെച്ചാണ് ആക്രമിച്ചത്. ഈ ഓരോ സ്ഥലങ്ങളിലും കൊണ്ടുചെന്ന് കൃത്യമായി തന്നെ ചോദിച്ചു മനസ്സിലാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതിനുശേഷം വീണ്ടും പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ എത്തിച്ച് വൈദ്യപരിശോധന നടത്തിയതിനു ശേഷം പാങ്ങോട് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിച്ചു. എന്തായാലും നാളെ വൈകുന്നേരം 4 മണിവരെയാണ് നെടുമങ്ങാട് കോടതി ഈ കസ്റ്റഡിയിൽ നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നാളെ കോടതി അവധി ആയതിനാൽ ചേംബറിൽ ഹാജരാക്കി വീണ്ടും റിമാൻഡിലേക്ക് കൊണ്ടുപോകുമെന്നുള്ളതാണ്. തിങ്കളാഴ്ചയായിരിക്കും വെഞ്ഞാറമൂട് പോലീസ് ഈ കസ്റ്റഡി അപേക്ഷ നൽകുക അഫാനെ കസ്റ്റഡിയിൽ വാങ്ങുന്നതിന് വേണ്ടി. അരുൺകുമാർ. ഓക്കെ, റിനു ശ്രീധറാണ് വിവരങ്ങൾ നൽകിയത്. അഫാനെ പാങ്ങോട് എത്തിച്ചപ്പോഴും പേരുമലയിലെ വീട്ടിലെത്തിച്ചപ്പോഴും ഒരു ഭാവഭേദവും ഉണ്ടായില്ല. മനസ്സൊന്ന് പിടഞ്ഞില്ല, മനസ്സൊന്ന് പതറിയില്ല.